അല്ല, ഈ ബിഗ് ബോസ് എന്താണ്? ഡി അഡിക്ഷൻ സെന്റർ ആണോ? ഫോൺ അഡിക്ഷൻ ഉള്ളവർക്ക് അതിനകത്തേക്ക് കയറിയാല് ഫോൺ അഡിക്ഷൻ മാറി കിട്ടുമെന്ന് സായിയോട് ആരെങ്കിലും പറഞ്ഞോ? നഷ്ടപ്പെട്ട ഐഡന്റിറ്റി തിരിച്ചു പിടിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് ബോർഡ് തൂക്കണം അതിന്റെ ഫ്രണ്ടില്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്. സായി കൃഷ്ണൻ ഒരു ട്രാവൽ വ്ളോഗർ ആയിരുന്നുവെങ്കിൽ ഇത്രയധികം ഊക്കലും ഡ്രാഗിങ്ങും പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിരുന്നുവെങ്കിൽ ഈ ട്രോളും നെഗറ്റീവും ഒന്നും വരില്ലായിരുന്നു. ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വെല്ലോന്റെയും ലൈഫിലെ അഴുക്ക് തപ്പിയെടുത്ത് കാറിലിരുന്ന് കോടതി നടത്തുക, അവരെ ജഡ്ജ് ചെയ്യുക, സമൂഹത്തെ നന്നാക്കാൻ നടക്കുക. അങ്ങനെ ഒരാൾ ഇതേപോലെ ഒരു ഷോയിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അനാർക്കിസ്റ്റിനെയാണ്, ഒരു റിബലിനെയാണ്, എല്ലാവരോടും എതിർത്ത് നിൽക്കുന്ന, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി. പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചു സായിയുടെ മേലില്. സായിക്ക് അതൊരു ഡി അഡിക്ഷൻ സെന്റർ ആയിട്ടാണ് തോന്നിയത് എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇപ്പൊ ലൈവിനകത്ത് സ്നേഹ പറയുന്നുണ്ട് പുള്ളിയോട്, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്, ഗെയിം ഷോ ആണ്, ആ ഒരു ബോധ്യം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്നേഹ. അപ്പൊ സായി വീണ്ടും മറ്റേ സെന്റി കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചൊക്കെ. എനിക്ക് സായി കൃഷ്ണനെ തിരിച്ചു കിട്ടി, സീക്രട്ട് ഏജന്റിനെ കാണണമെങ്കിൽ പഴയ വീഡിയോ എടുത്ത ആളുകൾ കാണട്ടെ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ടിഷ്യൂ പേപ്പറിനും തൊട്ടതിനും പിടിച്ചതിനും ഒന്നും എനിക്ക് അടിയുണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ സായി പറയുന്നുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊരു സാധനം സായി നേരിട്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ കമന്റ് ഇടുക. ഈ വീഡിയോ കാണുന്ന പലരും പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോയിൽ കാണുന്ന സായിയാണോ നിങ്ങൾ ബിഗ് ബോസിൽ കണ്ടത്? എനിക്ക് എന്തായാലും അങ്ങനെ ഒരു കാര്യം തോന്നുന്നില്ല. രണ്ടും വേറെ വേറെ മുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ ബിഗ് ബോസിന്റെ അത് പുള്ളി ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.